ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പഴയ കലണ്ടറിൻ്റെ എടുത്തോളൂ നമുക്കൊരു അടിപൊളി ഐഡിയ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 4XL പ്ലീറ്റഡ് നൈറ്റിയുടെ മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെ കട്ടിങ് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് 3XL 4XL വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 57 ഇഞ്ചാണ്. അതിൽ ഞാനൊരു 11 ഇഞ്ച് യോക്ക് പ്ലീറ്റഡ് ആ നൈറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ യോക്ക് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം പാറ്റേൺ കേട്ടോ. 11 ഇഞ്ചാണ് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വരിക കേട്ടോ. അപ്പോൾ ഷോൾഡറും ആം ഹോളൊക്കെ മാർക്ക് ചെയ്യാം. നമുക്ക് ഷോൾഡർ 8 ഇഞ്ച് കൊടുക്കാം, ആം ഹോളും 8 ഇഞ്ച് കൊടുക്കാം. സ്ലീവിന് ലെങ്ത്ത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഷോൾഡർ 8 ഇഞ്ച്, ആം ഹോൾ 8 ഇഞ്ച്. ഞാൻ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. അത് 3XL 4XL ഇത് പറ്റും കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ 8 ഇഞ്ച് ഷോൾഡർ, 8 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒരു ലൈന് ആം ഹോളിനും കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ചെസ്റ്റ്, അതായത് 4/1 ചെസ്റ്റ് തയ്യൽ തുമ്പോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 14 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത്. അത് മാർക്ക് ചെയ്യാം. ഓക്കെ, 14 ഇഞ്ച്. XXL ആണെങ്കിൽ 13.5 ആണെങ്കിലും എടുക്കാം. ഇത് 4XL ആണ് ഞാൻ കട്ട് ചെയ്തതുകൊണ്ട് 14 എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ 1.5 ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് മേളിലേക്ക് സാധാരണ കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇങ്ങനെ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ഇത്രയും വരെ സംഭവം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ആ ഒരു ഭാഗമില്ല ഇപ്പം നമ്മൾ ചെയ്തില്ലേ, ആ ഒരു ആം ഹോളിൻ്റെ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ആ 2 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് ചെസ്റ്റിക്ക് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ കൈക്കുഴി ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ശരിക്കും എത്രയാണ് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത്? മൊത്തം നൈറ്റിയുടെ ലെങ്ത്ത് 57 ആണ്. യോക്ക് ലെങ്ത്ത് ഞാനൊരു 10 അല്ലെങ്കിൽ 11 കൊടുക്കുക. നമുക്ക് എത്ര വേണമെങ്കിൽ കൊടുക്കാം. 11 അല്ലെങ്കിൽ 10, 10.5, 11, 11.5, 12 വരെ എടുക്കുക. അതായത് ഒരുപാട് വണ്ണമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈന് നേരെ നമ്മളിപ്പോൾ നേരത്തെ 2 ഇഞ്ച് വരച്ചില്ലേ, അങ്ങോട്ടേക്ക് ഒന്നില്ലെങ്കിൽ കർവായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ലൈനായിട്ട് വരയ്ക്കാം. ലൈനായിട്ട് വരയ്ക്കുമ്പോൾ അതൊരു സ്ക്വയർ പോലെ ഉണ്ടാവും നമ്മുടെ പ്ലീറ്റഡ് നൈറ്റി. ഇതിൽ യോക്ക് സെപ്പറേറ്റ് കളറാണ്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ വരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നൈറ്റി തുണി എടുക്കുക, അതിൽ വെക്കുക, വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ 11 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈന് നമ്മൾ എടുത്തില്ലേ, അത് മൊത്തത്തിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. അതായത് യോക്കിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ടൊരു ലൈൻ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയും സംഭവം മനസ്സിലായല്ലോ നമുക്ക്. ഇപ്പം സാധാരണഗതിയിൽ ഒരാളെ തയ്ക്കാൻ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കണം. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ചെസ്റ്റ് പോയിന്റ്. അപ്പോൾ ബാക്കിയുള്ള ചെസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം പകുതി യോക്ക് എത്രയല്ലേ വരുള്ളൂ? ആം ഹോളിൻ്റെ 3/4 ഭാഗമേ യോക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള ചെസ്റ്റ് നമുക്ക് വരേണ്ടത് നമ്മുടെ പ്ലീറ്റ് വരുന്ന പോർഷനിൽ തുണിയുടെ എൻഡ് വശത്താണ് വരേണ്ടത്. ഓക്കെ, തുണിയുടെ എൻഡ് വശത്ത്. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം. പകുതി കൈക്കുഴിയെ നമുക്ക് യോക്കിൽ വരുള്ളൂ, ബാക്കി പകുതി കൈക്കുഴി നമ്മുടെ സ്കേർട്ട് പീസിലാണ് വരിക. അതായത് നൈറ്റിയുടെ ആ ചുരുക്ക് വരുന്ന പോർഷനിൽ. അപ്പോൾ അത് മൊത്തം ഒരു 3.5 ഇഞ്ചോളം ഉണ്ട്. ബാക്കി നമ്മൾ ആ ഒരു കെർവ് വരച്ച ശേഷം ബാക്കി ചെസ്റ്റിൻ്റെ ആ ഒരു വണ്ണം 3.5 ഇഞ്ച് നമുക്കുണ്ട്. കണ്ടല്ലോ, ടേപ്പ് വെക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മളിപ്പോൾ ഒരു ലൈൻ വരച്ചു കൊടുത്തില്ലേ, 11 ഇഞ്ചിൻ്റെ മൊത്തമുള്ള ലൈന്, അവിടെ നിന്ന് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, 2 ഇഞ്ച് കറക്റ്റ് അവിടെ നിന്ന് അതിൻ്റെ 2 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായല്ലോ. ഈ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്ത് മനസ്സിലായി. ചുമ്മാ ഒരു ലൈന് 11 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് തുണിയുടെ തുമ്പത്ത് നമ്മൾ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങൾ 3XL 4XL ചെയ്യുക. 3XL ആകുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ ഒന്ന് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഷോൾഡറും ആം ഹോളൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അവിടെ നിന്ന് മേളിലേക്ക് നമുക്ക് ഇതുപോലെ ടേപ്പ് വയ്ക്കാം. ലൈനിൻ്റെ മേളിലേക്ക് 1.5 ഇഞ്ച്. ഓക്കെ, 1.5 ഇഞ്ച് ലൈനിൻ്റെ മേളിലേക്ക് ടേപ്പ് വെച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 1.5 ഇഞ്ച് കണ്ടോ, 1.5 ഇഞ്ച് ഇങ്ങനെ വെച്ചു. മനസ്സിലായല്ലോ? ഇങ്ങനെ ജസ്റ്റ്, അതായത് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നടുക്ക് ലൈൻ ഉണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പകുതി ആം ഹോൾ വരച്ചെടുക്കാം. ഇങ്ങനെ കർവ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കാം.
അപ്പോൾ 3.5 ഇഞ്ച് നമുക്ക് വരുന്നുണ്ട്. നോക്കുക, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചത്, ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചത് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇങ്ങനെ വന്ന് യോക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നൈറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, പ്ലീറ്റഡ് നൈറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ വരുന്നുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പാറ്റേൺ എടുത്താണ്. പാറ്റേൺ എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വരിക. അതുകൊണ്ടാണ് ഇത്രയും വലിയ സൈസ് ആവുന്നുണ്ട്. ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ള നമ്മുടെ കൈക്കുഴി അപ്പുറത്താണ് വരിക. അതായത് കൈക്കുഴിയല്ല, നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം, ആ ഒരു കൈക്കുഴിയുടെ പകുതി ഭാഗം അത് കണ്ടോ ഇങ്ങനെ വരും. ഈ രീതിയിലായിരിക്കും നമുക്ക് അതിൽ വരിക. അപ്പം അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് വരിക. കണ്ടോ, അപ്പം ആം ഹോൾ നമുക്ക് ഇങ്ങനെ വരും. അതായത് നമുക്ക് യോക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി സ്കേർട്ടിൻ്റെ അവിടേക്കാണ് പകുതി ആം ഹോൾ വരിക. കണ്ടോ, ഈ രീതിയായിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്കിനി അതുകൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ബാക്കിയാണ് അവിടെ അപ്പുറത്ത് താഴെ വരുന്നത്. താഴെ നമ്മളത് ചരിച്ചെടുത്തു എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. മൂന്നര 3.25 ഉണ്ട്. ആ ഭാഗം അവിടെ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. 2-3 തവണ ഞാൻ കൺഫേം ചെയ്ത് കാണിച്ച് തരുന്നതാണ് നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്തു, അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ലൈനില്ലേ, ഈ ലൈന് നമ്മളൊന്ന് മേളിലേക്ക് ആക്കണം. ഇങ്ങനെ ചരിച്ച് മേളിലേക്ക് ആക്കി കൊടുക്കണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത് കണ്ടോ, എന്നിട്ട് അങ്ങനെ ചരിഞ്ഞ് വരണം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഈ വിട്ട് കുറഞ്ഞ ഭാഗം നമുക്കത് എന്ത് സംഭവിക്കും, വിട്ട് കുറഞ്ഞ ഭാഗത്തെല്ലാം പ്ലീറ്റ് വന്ന് അഡ്ജസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റായി വരും. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്കത് വരിക. കണ്ടോ, ഈ ഒരു ഭാഗം നമ്മുടെ തുണിയുടെ എൻഡ് വശത്ത് സൈഡ് വശത്ത് വെച്ചിട്ട് നമുക്ക് ആം ഹോൾ വരികയാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കുക, നേരെ തുണിയിൽ വയ്ക്കുക. ഇനി മാർക്ക് ചെയ്താൽ മാത്രം മതി. മെഷർമെൻറ്റുകളൊന്നും ആവശ്യമില്ല. 3XL 4XL പറഞ്ഞ ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള, അതായത് ചെസ്റ്റിൻ്റെ നമ്മളത് ആം ഹോളിൻ്റെ ബാക്കിയുള്ള സെപ്പറേറ്റ് സൈഡ് ഉണ്ടല്ലോ, അതൊന്ന്, അതായത് നമ്മളിപ്പോൾ ഷോൾഡറും ആം ഹോളും ചെസ്റ്റും എടുത്ത ആ ഒരു അളവ് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പീസിൽ നിന്നും നമ്മൾ ബാക്കി വന്ന ആ ഒരു ഭാഗത്ത് നിന്ന് സ്ലീവ് എടുക്കാം. സ്ലീവിൻ്റെ വണ്ണം നമുക്കൊരു 11 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കൊരു 8 ഇഞ്ച് 9 ഇഞ്ച് വരെ നമുക്ക് കിട്ടും. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് കൈക്കുഴിയുടെ ആ ഒരു വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വണ്ണം നമുക്ക് 10 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. കൈയിൻ്റെ റൗണ്ട് 9 ഇഞ്ച്. നമുക്കിതിപ്പോൾ ഇതിൽ കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കലണ്ടറിന് അധികം വിട്ടില്ലല്ലോ, തുണിയുടെ അത്ര വിട്ടില്ലല്ലോ കലണ്ടറിന്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആം ഹോൾ ഒരു 12 എടുക്കുക, കൈയിൻ്റെ റൗണ്ട് ഒരു 10 ഇഞ്ച് എടുക്കുക, സ്ലീവ് ലെങ്ത് ഇഷ്ടം പോലെ എടുക്കുക, എന്നിട്ട് വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട്, അപ്പോൾ ഇത് സ്ലീവിൻ്റെ പാറ്റേൺ ആയി. ഇനി നിങ്ങൾക്ക് സ്ലീവിൻ്റെ വണ്ണം കൂട്ടണമെങ്കിൽ ആ ഒരു ഭാഗത്ത് സൈഡ് ഇത്തിരി ഒന്ന് എക്സ്ട്രാ എടുത്ത് കൂട്ടിയിട്ട് തുണിയിൽ വെച്ച് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരിക. കണ്ടല്ലോ, ഇങ്ങനെ വരും. ഈ ഭാഗങ്ങളിലുള്ളതെല്ലാം നമുക്ക് പ്ലീറ്റ് വന്ന് ഇപ്പുറത്തെ ഭാഗം എക്സ്ട്രാ ഉള്ളതെല്ലാം പ്ലീറ്റ് വന്ന് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് നേരെ നമ്മുടെ തുണിയിലേക്ക് വെക്കുക. അതുപോലെ തന്നെ ഇതങ്ങ് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ അടുത്ത ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി അടുത്തുള്ള വീഡിയോയിൽ. ഇങ്ങനെ വെച്ചിട്ട് കൈക്കുഴിയുടെ വണ്ണം നമുക്ക് നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈക്കുഴിയുടെ വണ്ണം എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് കണ്ടോ, ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ വരേണ്ടത് ആ രീതിയിലുള്ള കൈക്കുഴിയുടെ വണ്ണം എത്ര നമുക്ക് ഈ ഒരു കൈക്കുഴിയുടെ വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെതും നമുക്ക് നോക്കിയെടുക്കാം. ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഇതെങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു കൂടുതലുള്ള ഭാഗം നമുക്ക് പ്ലീറ്റിലേക്ക് പോകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൂടുതൽ ഭാഗം അത് പ്ലീറ്റ് ഭാഗത്തേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അതങ്ങനെ ചുരുങ്ങി വരും. ഇത് പ്ലീറ്റഡ് നൈറ്റിയാണ്. യോക്കിന് സെപ്പറേറ്റ് കളറാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കട്ടിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് കട്ടിങ് പാറ്റേൺ ഉണ്ടാക്കി വെച്ചോളൂ. 3XL 4XL അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്